പല പ്രാവശ്യം വള്ളത്തെ കാസ്റ്റ് ചെയ്യാൻ പോയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ഇതുവരെ നമ്മൾ പോയ വള്ളം മറിയുന്നത് അയ്യോ അങ്ങനെ കുറേ നാൾ കൂടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ മഴ നനഞ്ഞിട്ട് കണ്ടത്തിൽ കൂടെ കേട്ടോ നാടൻ അയ്യോടെ പോരാ. ഞാനൊരു കയറയിൽ ഒരു നാടൻ വരാലിന് തൂക്കിയിട്ടിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇതൊന്നും അല്ല കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ഞാൻ പറയാം. എന്താണെങ്കിലും നമ്മൾ നേരെ വീഡിയോയിലോട്ട് പോവാണ്. ബാ ഇതിനായിട്ട് നമ്മൾ നേരെ നമ്മുടെ അത് ചൊറിയും കേട്ടോ, ചൊറിയും ചെയ്യാൻ അരാപ്പയ്മയുടെ കുളത്തിന് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് ഇത് കണ്ടല്ലോ, ഇത് നാടൻ വരാലാണ് കേട്ടോ. ഇതിന് നേരെ അരാപ്പയ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ കൊണ്ടുവന്നാണ്. രണ്ടെണ്ണത്തിന് എടുത്തോണ്ട് വന്നതാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് 3 മീൻപിടുത്തമായിരിക്കും. ആദ്യമേ നമ്മൾ ഈ നാടൻ വരാലിന് എവിടെ നിന്നാണ് ചൂണ്ടയിട്ട് പിടിച്ചതെന്ന് കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെ കുറേ നാൾ കൂടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ മഴ നനഞ്ഞിട്ട് കണ്ടത്തിൽ കൂടെ വെള്ളത്തിൽ കൂടെ മീൻ പിടിക്കാൻ ഇറങ്ങിയിട്ട് ഇതുപോലെ ഏകദേശം മുട്ടപ്പം വെള്ളമുണ്ട് കേട്ടോ. ഞങ്ങൾ ഇത്ര നേരം ആദ്യത്തെ മഴ നനഞ്ഞ് തോർന്നതാണ്. നമ്മളിനി ഇപ്പോൾ ഇവിടെ നിന്ന് നടന്ന് പോകുന്ന വഴി കാസ്റ്റ് ചെയ്തങ്ങ് പോകും. ആ ഫസ്റ്റ് മീൻ ചെറുമീൻ ആ നാടൻ വരാൻ അടിപൊളി. ആദ്യത്തെ മീൻ ചെറിയ മീനാണ് കേട്ടോ. അനിച്ചേട്ടാ താങ്ക് യു. ഞാനിനി ആൾക്കാരെ ഓരോരുത്തരായിട്ട് പരിചയപ്പെടുത്തി തരാം കേട്ടോ. ഈ വലയായിട്ട് വരുന്നതാണ് നമ്മുടെ അനിച്ചേട്ടൻ. ചേട്ടൻ നിങ്ങളൊരു 6 വർഷങ്ങൾക്ക് മുമ്പുള്ള നമ്മുടെ വീഡിയോയ്ക്കകത്ത് കണ്ടോണ്ടായിരിക്കും അല്ലേ? 6 വർഷമായി. 6 വർഷം മുമ്പ് ഞാൻ ചേട്ടൻ്റെ കൂട്ടത്തിൽ ഇതുപോലെ സ്നേഹിക്കട്ട് പിടിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അതിനുശേഷം ഞാൻ പയ്യെ ഹുക്കപ്പ് ചെയ്തു. അവനെ അടിച്ച് മീനുണ്ടെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഇതാണ് ഇത് ഒറിജിനൽ വിയറ്റ്നാം വര അല്ലല്ലോ കേട്ടോ. ഇത് നാടൻ അതാണ് നാടൻ വര. അവിടെ ചാക്കോയ്ക്ക് മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. ലൈൻ ലൂസാക്കായിരുന്നാൽ മതി. ചാക്കോയ്ക്ക് മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. ചാക്കോയുടെ ഫിഷിങ്ങിനാണ് ഞാനൊരു സംഭവം പറയാം. ചാക്കോയുടെ ഫസ്റ്റ് ടൈമാണ് മീൻ അടിക്കുന്നത്. അതായത് സ്നേക്ക് ഹെഡ് ഫിഷിങ് ചാക്കോ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത് കേട്ടോ. അടിപൊളി. അതിനെ അങ്ങ് തല ഓടിച്ചാലോ? നല്ല മീനാണ് കേട്ടോ. നല്ല അടിപൊളി നാടൻ വര. ചാക്കോ വെൽക്കം ടു സ്നേക്ക് ഹെഡ് ഫിഷിങ്. ചാക്കോ ഇപ്പോൾ ഡ്രസ്സില്ലാതെ നിൽക്കുന്ന കാര്യം വെച്ചാൽ ആളെ ഒരു പ്രാവശ്യം തോട്ടി പോയിട്ടാണ് നിൽക്കുന്നത്. അപ്പം ഇവനെ കൈ മുറിയും എന്നാലും കുഴപ്പമില്ല, പോട്ടെ. ഇത് കണ്ടോ, ഇതാണ് മീൻ. അടിപൊളി. ഞങ്ങൾ കര എന്നാ അടിച്ചേ? വല്ല കുത്തിക്കറിയോ? ഇത് ഊരി ഇവനെ നോക്കിക്കോ. ഇതിങ്ങുണ്ടോ? കാല് ചവിട്ടല്ലേ? നമുക്കൊരു ഗൺ ബൂട്ട് മേടിക്കണം അല്ലേ? ഇതിനെ അങ്ങ് പെട്ടെന്ന് ഓടിക്കാല്ലേ? എങ്ങനെയാ സ്ട്രൈക്ക്? നമ്മൾ പെട്ടെന്ന് ഞാൻ ഉടക്കിയാന്ന് വിചാരിച്ചേ. പക്ഷേ അപ്പം എനിക്ക് മിക്കവാറും മീൻ അടിക്കുമായിരിക്കും. അനിച്ചേട്ടൻ അടിച്ചവിടുന്ന്. പക്ഷെ കുഞ്ഞു മീനാണ് കേട്ടോ. അനിച്ചേട്ടനെ കിട്ടിയ മീൻ ചെറിയ മീനാണ് കേട്ടോ. ഇത് കണ്ടല്ലോ, അടിപൊളി. അവിടെ മീനുണ്ട്. അടുപ്പിക്കുക അത് പോയി. അനിച്ചേട്ടനെ അവിടെ മീൻ അടിച്ചിട്ടുണ്ട്. ഇതാണ് കേട്ടോ അനിച്ചേട്ടനെ കിട്ടിയ മീൻ. അടിപൊളി. അപ്പോൾ നമ്മുടെ 2ാമത്തെ മീനല്ലേ? 10 എണ്ണം കളഞ്ഞ ആളാണ് കേട്ടോ നിൽക്കുന്നത്. 10 സ്ട്രൈക്കോ? എന്നെ കാണണ്ട, ആളെ കാണണ്ട. അത് അനിച്ചേട്ടന് അടുത്ത മീൻ അടിച്ചിട്ടുണ്ട്. മീൻ ഇവിടുന്ന് കയറിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. കറക്റ്റ് അവിടെ മീനുണ്ടെന്ന് പറയുകയും അടിക്കുക എല്ലാം ഒരുമിച്ചായിരുന്നു. നാടൻ വരാൽ. അനിച്ചേട്ടൻ 2ാമത്തെ മീനല്ലേ ഇന്ന്? 3ാമത്തെയാണ് ഇന്നത്തെ. അടിപൊളി. എൻ്റെ സ്കോർ ബോർഡ് ഇപ്പോഴും താഴ്ന്നു നിൽക്കുവാണ് കേട്ടോ. ഇതുണ്ടല്ലോ, അടിപൊളി നാടൻ വരാൽ. അടുത്ത് പിടിക്കാം. ചാക്കോയ്ക്ക് സ്ട്രൈക്ക് കിട്ടില്ല ഇവിടുന്ന്. ആ അടിപൊളി. അനിച്ചേട്ടൻ അവിടുന്ന് മീൻ അടിച്ച് വീണ്ടും 4ാമത്തെ മീൻ ഇത് കയറ്റിക്കൊണ്ടിരിക്കുന്നു. ഇത് കണ്ടല്ലോ 4ാമത്തെ വരാൽ. ഇതല്ല അടിച്ചത്,
അത് ഊരി പോയോ? അയ്യടാ അത് ഊരി പോയി കേട്ടോ. അവിടുന്ന് അടുത്ത മീൻ അടിച്ചിട്ടുണ്ട്. 5-ആമത്തെ തോന്നുന്നു അല്ലേ? 5-ആമത്തെ മീൻ കേട്ടോ. കുറേ നേരങ്ങൾക്ക് ശേഷം ഫിറോസ് അല്ലേ? ഇത്ര 12-ആമത്തെ സ്ട്രൈക്കോ? ഇവിടെ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് കിട്ടിയ ആളാണ് കേട്ടോ. എന്നാ പിന്നെ ഇറങ്ങി കയറാം. എന്താളും നനഞ്ഞിരിക്കും, അത് കുഴപ്പമില്ല. അതിനേക്കാള് ഫിറോസ് അതും എടുത്തരോ? തട്ടിട്ടാ തട്ട് എടുത്തോ. ആ പോയി എടുത്തോ മീനെ, പോയി എടുത്തോ. ചാക്കോയ്ക്ക് മീൻ അടിച്ചു കേട്ടോ. ഞങ്ങളിങ്ങനെ പോകുന്ന വഴിക്ക് ഇന്ന് ഏറ്റവും കുറവ് മീൻ അടിച്ച ആൾ ഞാനാണ് കേട്ടോ. വേണ്ടതേ ചാക്കോടെ ഇന്നത്തെ എന്താണ് കന്നി സ്നേക്ക് ഹെഡ് പിടുത്തം കറക്റ്റായിരുന്നു കേട്ടോ ചാക്കോ. ഇന്നത്തെ കന്നി മീൻ പിടുത്തം എന്ന് പറയത്തില്ലേ? പിന്നെ അതായത് സ്നേക്ക് വരാൽ പിടിച്ചിട്ടുണ്ട്. ആദ്യമായിട്ടാണ് റോഡ് റീലും വെച്ചിട്ട് ഞങ്ങള് ഇങ്ങനെ പിടിക്കുന്ന ആദ്യമായിട്ടല്ലേ? ഫ്രോഗ് വെച്ചിട്ട് ഫുള്ള് നാടനാ, കറക്റ്റ് നാടൻ വരല്ലേ കേട്ടോ. ഇതുണ്ടോ, നാടനാണ് ശരിക്കും നല്ലത്. അതൊക്കെ സർവൈവ് ചെയ്യും ചാക്കോ. ചേടാ ഞാൻ അവിടെ ഓർമ്മ ഉണ്ടോ നോട്ടെ കേട്ടോ. ഞാൻ പോയേക്കുവാ, എനിക്കിത് കണ്ട് സഹിക്കുന്നില്ല. എൻ്റെ ഫ്രോഗ് ആ സൈഡിൽ കൂടെ വന്നാണേ. അയ്യോ എന്തി ഇവിടെ ഒന്ന് നോക്കണം. ഇല്ല വാ, കുഴപ്പമില്ല. എന്നാലും ചാക്കോടെ 2-ആമത്തെ മീൻ അത് ചാടിപ്പോയി. അതിനകത്തോടെ ചാടിയോ? ഇത് വേറെ സംഭവം ഉണ്ടായി. ഞാൻ വേറൊരു വീട് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. കഴിഞ്ഞ ദിവസം ഞങ്ങൾ വെള്ളത്തിനകത്തായിരുന്നു. ചാക്കോ ഞാനും ഒക്കെ ആയിട്ട് മീൻ പിടിക്കാൻ പോയതാണ്. ചാക്ക അവിടെ ഒന്ന് എറിഞ്ഞു നോക്കാമോ? നേരെ സൈഡ് ഞാൻ അത് ഭാഗ്യതാ അതുകൊണ്ട് കുഴപ്പമില്ല. അയ്യോ ഫോൺ പിടിയാ. അല്ല വെള്ളം കയറത്തില്ല. പൊട്ടിയതാണോ? അല്ല വാങ്ങ കൈയോടെ എടുത്തോ. കുപ്പിയൊക്കെ എടുക്കാം. ഒന്ന് പിടിച്ചാക്കാം. അല്ല വേണ്ട, സമയമുണ്ട്, പയ്യെ മതി. ഞാൻ പോയി എടുത്തോണ്ടിരാ. ഞാൻ പിന്നെ ചാടിയില്ല. അവിടെ ലൂർ ബോക്സ്. ഇനി ഇവിടെ വെള്ളം കൊടുക്കണേ? ഇവിടെ താഴ്ചയുണ്ട്. നിക്കാം. ഇവിടെ വെച്ച് പറഞ്ഞോട്ട് രക്ഷപ്പെട്ടതോ? ആര് രക്ഷപ്പെട്ടു? ചാക്ക കയ്യെ കുന്നു. ഇത് കയറല്ലേ? ഞാൻ പിടിക്കാം സാധനം, അല്ലെങ്കിൽ ഞാൻ ചാക്ക പിടിക്കും. ഒരു സെക്കൻഡ് ഞാൻ പിടിക്കാം. പിന്നെ ഞാൻ ചാടിയില്ല, ഞാൻ വളർത്തുന്നിരിക്കുന്നത്. ഞാനെന്നറിയോ, ഞാൻ 2 സൈഡിലും പിടിച്ച് ഇവിടെ തന്നെ ഇരുന്നത്. ഇനിയിപ്പോ നനഞ്ഞറിഞ്ഞു പോവാ. മനസ്സിലായല്ലോ എങ്ങനെയാ നമ്മള് വള്ളം മറിയുന്നത് അല്ലേ ചാക്കോ? ഫിറോസേ ഒന്ന് ഇതിനകത്തൊന്ന് എറിഞ്ഞു നോക്കി. ഇവിടെ ആ കമ്പ് ഇടത്തരം കേട്ടോ, അതിൻ്റെ അകത്ത് എറിഞ്ഞിട്ടിട്ട് അവിടെയല്ല ഇവിടെ. അയ്യോടാ പോയടാ, പോയി. ചെറുതിനാടാ വാ മോനെ. കാല് നോക്കിക്കോ, അടിപൊളി. ഒരു സെക്കൻഡ് ഞാൻ ബെയിലൊന്ന് ഓപ്പൺ ആയിക്കോട്ടെ. ദേ വള്ളം മറിഞ്ഞാലും ആദ്യത്തെ മീൻ കയറിയിരിക്കുകയാണ് കേട്ടോ. ഭാഗ്യമുണ്ട് ഇപ്പോൾ അടിക്കുന്ന കാണാം. കാരണം അവിടെ ഞങ്ങളിവിടെ മീൻ വെള്ളം എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്
ഇപ്പുറത്തേക്ക് ഇറങ്ങിയതാണ്. അടിച്ചിരിക്കുന്ന വാഹയാണ് കേട്ടോ. വാഹനെ കാണിച്ചു തരാം. ഇപ്പോൾ കാണിക്കാൻ പറ്റത്തില്ല, ഞാൻ വള്ളം ഒന്ന് സൈഡാക്കട്ടെ എവിടെയെങ്കിലും. കണ്ടല്ലോ, നാടൻ വരാൽ നമ്മളിവിടെ ചൂണ്ടയിട്ട് പിടിച്ചേ. അതിനുശേഷം നമ്മൾ വള്ളത്തെ പോയി മറിഞ്ഞു വീണു. ഇനി ഒരു മീൻപിടുത്തം കൊണ്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അതിന് മുമ്പ് നമുക്കൊരു കാര്യം ചെയ്യാം. ഇത് കണ്ടോ, ഇതിനെ വെട്ടായ ഇതിന് കണ്ടോ കൊണ്ടുപോയി വലിച്ചോണ്ട് പോയി. ഇനി ഓർമ്മ ഉണ്ടല്ലോ, ഇത് കണ്ടോ, എനിക്കറിയത്തില്ല. ഞാൻ ഇപ്പോൾ ചൂണ്ട വിട്ടുപോയില്ല. മീൻ പിടിച്ചിട്ടുണ്ട്. എന്താണല്ലോ ഉണ്ടല്ലോ, ഞാനിപ്പം ഇതിനെ പൊക്കുന്നില്ല. നമ്മളൊരു വാഹ പിടിച്ചായിരുന്നു കേട്ടോ അതിനിടയ്ക്ക്. അപ്പോൾ നമ്മൾ ഈ പിടിക്കുന്ന മീനുകളെയൊക്കെ ഇതുപോലെ കുറേ എണ്ണത്തിന് നമ്മൾ എടുത്ത് വെക്കും. അപ്പോൾ നമുക്കൊരു 5 മീൻ കിട്ടുവാണെങ്കിൽ 2 മീൻ നമ്മൾ എടുത്ത് വെച്ചിട്ട് അതിനെ കൂടുതലും കട്ട് ചെയ്തിട്ടാണ് നമ്മുടെ ഈ വാഹയ്ക്ക് അരാപ്പയ്മയ്ക്കും അലിഗേറ്ററിനും നമ്മുടെ റെട്ടയിലിനും ഒക്കെ കൊടുക്കുന്നത്. നമ്മൾ പുറത്തുനിന്ന് മീനൊന്നും മേടിച്ച് കൊടുക്കാറില്ല. അതുപോലെ തന്നെ നമ്മൾ ചിക്കനാണ് കൊടുക്കുന്നത്. ഇതിപ്പോൾ പിടിച്ചേക്കുന്ന മീൻ അരാപ്പയ്മയാണ് കേട്ടോ. അരാപ്പയ്മയാണ്. ഞാൻ ജസ്റ്റ് വലിക്കുവാണ്. കേട്ടോ. ഓ ഓയ്യോ, അതെ വേണ്ട. അലിഗേറ്റർ കൊണ്ടുപോയത്. രണ്ടാമത് കൊണ്ടുപോയത് അലിഗേറ്ററാണ് കേട്ടോ. ഇത് കണ്ടോ, ഇത് നോക്കി കാണിച്ചാൽ അലിഗേറ്ററെ കാണിച്ചു കൊടുക്കാം. ഇങ്ങോട്ടേ ഇതുണ്ടോ, ഇതേ അല്ല, ഇത് കടിച്ച പാടുണ്ടോ, അപ്പോൾ മനസ്സിലായി അലിഗേറ്ററാണ്. ഇത് കണ്ടോ, ഇതാണ് അലിഗേറ്റർ കടിച്ച ഏകദേശം ഇതുപോലെ ഇങ്ങോട്ടോ. ഇത് കണ്ടോ, ഒരു കടി ഇവിടെ കിട്ടിയിട്ടുണ്ട്, ഇവിടെ കടിച്ചിട്ടുണ്ട്, പിന്നെ ഒരു കടി ഇവിടെ, പിന്നെ ഒരു കടി ഇവിടെ. ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്കൊരു വാഹ കിട്ടുകയാണല്ലോ, ആ വാഹനം എനിക്ക് വൃത്തിക്ക് കാണിക്കാൻ പറ്റിയില്ല. അതിന് ശേഷം ഞാനും ഫിറോസും കൂടെ കരയ്ക്ക് ഒന്ന് പിടിച്ചൊരു വാഹനം കാണിച്ചില്ല കേട്ടോ. നല്ല മീനാണല്ലോ. അത് റിസ്ക് ആണ് കയറ്റുന്നത്. അങ്ങോട്ടത് പോകുന്നു, ഞാൻ പിടിക്കുന്നതല്ല. എനിക്ക് ആഗ്രഹമുണ്ട്. നീ ഇപ്പുറത്തോട്ട് ഓടുമായിരുന്നെങ്കിലേ. നീ എടുക്കോ? നല്ല മീനാണ് കേട്ടോ. ഇവിടെ കൊണ്ടുവരടാ, എൻ്റെ ലൈൻ പൊട്ടും. ചെറിയ ലൈനാ. ഇല്ലില്ല. ബ്രൈഡെ പിടിക്കല്ലേ. ബ്രൈഡെ കൈ കളയേ, മീൻ പോലും കുഴപ്പമില്ല. കൈ ഓ, ഞാൻ ഫോൾസ് കാസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടേ. നല്ല മീനാ. അത് ഞാൻ എടുത്തോണ്ട് വരാം. കണ്ടല്ലോ, അപ്പോൾ ഇനി നമ്മൾ എന്താണ് ഇതിനെ കൊടുക്കാൻ വേണ്ടി പോകണം. ആദ്യത്തെ അടി രണ്ടാമത് ഇവന്മാർ പിന്നെ അടിക്കാൻ പാടാ. നമ്മളിങ്ങനെ ലൂറ് പഠിക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇതിനടിക്കുന്ന കേട്ടോ. പിടിച്ചു, ആരോ പിടിച്ചിട്ടുണ്ട്. അലിഗേറ്റർ അരാപ്പായ്മ പിടിച്ചാൽ കൊണ്ടുപോയനെ. അലിഗേറ്റർ ആണ്ടോ പിടിച്ചേന്നോ. അയ്യോ, ആടെ പോയി. അത് കുഴപ്പമില്ല. അപ്പം ഇതിപ്പോൾ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തു. നമ്മളിപ്പോൾ 2 എണ്ണത്തിന് ഞാൻ അന്ന് എടുത്തോണ്ട് വന്നതാണ്. ഇത് ഈ 2 മീനാണ് ചത്തുപോയായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഐസ് ഇല്ലായിരുന്നു. അപ്പം നമുക്കിവിടെ കൊണ്ടത് ഒരു 3-4 മണിക്കൂർ, ഒരു 3 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് വീട്ടിലെത്തിയത്. അപ്പം ഞാനിതിനെ എടുത്ത് വെച്ചാൽ കൈ പിടിച്ച് കൊടുക്കാൻ പറ്റും, പക്ഷേ ആരും വരുന്നില്ലോ. അങ്ങനെ കിടക്കുന്നതിനെ വന്ന് കഴിക്കും കേട്ടോ. അതിനെ അടിക്കും, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ അത് അടിച്ചോളും. കാരണം നമ്മൾ ഈ അടുത്ത ദിവസം ഒന്നും ഫീഡ് ചെയ്തിട്ടില്ല. 2 ദിവസം കൂടുമ്പോൾ നമ്മൾ ഫീഡ് ചെയ്യുന്നത്. അവിടെ അടിച്ചിട്ടുണ്ട്. എന്താണ് അവിടെ ഒരു സംഭവം വന്നിട്ടുണ്ട്. അപ്പം അടുത്ത മീൻ പിടുത്തം ഉടനെ.